ക്ഷേത്ര സമ്പത്തുക്കൾ കൊള്ളയടിക്കുന്ന ഈ കാലഘട്ടത്തിൽ അധികം ബാക്കിയുള്ള സമ്പത്ത് നല്ല കാര്യങ്ങൾക്ക് ചെലവ് ചെയ്തുകൂടെ? ക്ഷേത്ര ഇവിടെ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് ഈ ശോഭാപറമ്പ് ശ്രീ കുറുമ്പ മഹാഭഗവതി ക്ഷേത്രത്തിൽ. ഇതുപോലെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്, പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ. സർക്കാർ നിയന്ത്രിത ദേവസ്വം ബോർഡുകളുടെ കീഴിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 7000-ന് ചോട ക്ഷേത്രങ്ങളേ ഉള്ളൂ. തിരുവിതാംകൂർ, കൊച്ചി, ഗുരുവായൂർ, കൂടൽമാണിക്യം, മലബാർ 5 ദേവസ്വം ബോർഡുകളുടെ കീഴിൽ. അപ്പം നമ്മൾ ദേവസ്വം ബോർഡ് നടത്തുന്ന ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഭഗവാനെ നീ സർക്കാരിൻ്റെ പിടിയിൽ നിന്നൊന്ന് രക്ഷപ്പെട്, അതിനുശേഷം ഞാൻ ഭണ്ഡാരത്ത് പൈസ ഇടാം. നയാ പൈസ ഇടാതിരിക്കുക ചെയ്യാവുന്ന കാര്യമാണ്, കൈയടിച്ചിട്ട് കാര്യമൊന്നുമില്ല. മറ്റ് നമ്മുടെ സമാജം നടത്തുന്ന ക്ഷേത്രങ്ങളിൽ ഭണ്ഡാരത്തിൽ പൈസ ഇടാം. ഇപ്പോൾ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ടത്, ഭഗവാനെ ഗുരുവായൂരപ്പ, നാട്ടിൽ ഇഷ്ടംപോലെ ഗുരുവായൂർ വിഷ്ണു ക്ഷേത്രങ്ങളുണ്ട്, ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുണ്ട്, ഞാൻ അവിടെ പൈസ ഇട്ടോളാം, ഇവിടെ ഇടില്ല എന്ന് പറയുക. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഭഗവാനോട് പ്രാർത്ഥിക്കുക നല്ലപോലെ, എന്നിട്ട് പറയുക നാട്ടിൽ ഇഷ്ടംപോലെ ശാസ്താക്ഷേത്രങ്ങളും അയ്യപ്പ ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട്, ഞാൻ അവിടെ ഇട്ടോളാം എന്ന് പറയുക. ഇങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ ഈ ആൽക്കമിയൊക്കെ പണ്ട് കെമിസ്ട്രി ഉണ്ടായത് ആൽക്കമി എന്നാണല്ലോ, ചെമ്പ് സ്വർണ്ണാക്കുക എന്നുള്ള വിദ്യ. അതൊക്കെ അത്ര പ്രായോഗികമായൊരു നാട് വേറെ ഏതാ ഉള്ളത്? ഓഡിറ്റിംഗ് ഉണ്ടോ? ദേവസ്വങ്ങളിൽ ഓഡിറ്റിംഗ് നടന്നിട്ട് കാലം എത്രയായി? കെടുകാര്യസ്ഥതയുടെ അരങ്ങായി തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ പ്രായോഗിക ബുദ്ധി ഉണ്ടാവുക. അപ്പം എന്താ ഉണ്ടാവുക എന്നറിയോ? ആ ചിദാനന്ദപുരി സ്വാമിയുടെ വാക്കുകൾ കേട്ട മഹാപാപത്തിന് ഭഗവാനെ ഇതുകൂടി ഒരു ഇരിക്കട്ടെ, ആ പാപം തീരാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇവിടുത്തെ ഹൈന്ദവ സമാജം. അതൊന്ന് മാറണം, മാറിയേ മതിയാവും.